കോക്കിന് ഇത് എന്തിന്റെ കേടാണ്, കോക്കിന് ഇതെന്തിന്റെ കേടാണെന്നാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, എല്ലാവരും ചോദിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഏതൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാലും കോക്കിന്റെ റിവ്യൂ ഉണ്ടാവും. അപ്പോൾ നല്ല സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ മോശം സിനിമയ്ക്ക് വളരെ നല്ല റിവ്യൂസും നൽകുന്ന ഒരാളാണ് ആര്, നമ്മളെ അശ്വന്ത് കോക്ക്. അപ്പോൾ മച്ചാന് ഓരോരോ വെറൈറ്റി ചിത്രങ്ങൾ ഇറങ്ങും തോറും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്, അത് വളരെ ബോറാണ്, ചളി പടാണ്, ഭയങ്കര എന്താ പറയാ തരം താന്ന രീതിയിൽ, വളരെ മോശമായ രീതിയിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രതികരിക്കുന്നതാണോ സംഭവം. പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ റിയാക്ഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് നല്ല സിനിമ ആയി കഴിഞ്ഞാലും മോശം സിനിമ ആയി കഴിഞ്ഞാലും മനഃപൂർവ്വം സിനിമയെ താഴ്ത്തി കിട്ടേണ്ട ഒരു സ്വഭാവം ഇയാളൊക്കെ അപ്പോൾ പാട്രിയേറ്റ് ഇറക്കുന്ന ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പാട്രിയേറ്റിന് റിവ്യൂ കോക്കണ്ണൻ എന്തായാലും മോശമായിട്ടുള്ള അഭിപ്രായം പറയും എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അതെന്തായി, അത് അച്ചട്ടായിന്നറിയില്ലേ. അപ്പോൾ ആ ലെവലിലേക്ക് പാട്രിയേറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്തായി, മച്ചാനെ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ മച്ചാൻ ഈ കോക്കണ്ണൻ എന്ത് അതിന് നെഗറ്റീവ് റിവ്യൂസ്. കോക്കണ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് സിനിമ ആയിട്ട് വരണമെന്നാണ്. എൻ്റെ പൊന്നാര കോക്കണ്ണ, നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും വല്ല സിനിമയുടെ മറ്റുള്ള കഥയും കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡയറക്ടർമാരുമായിട്ട് എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. എന്നിട്ട് പറയാ എൻ്റെ ആഗ്രഹത്തിലുള്ള സിനിമ ഇതാണ്, ഇന്ന റോളുകൾ, അതായത് ലാലേട്ടന് കൊടുത്ത റോളുകൾ ലാലേട്ടനക്ക് ഇന്ന റോള് കൊടുക്കണം, ഇന്നത് വേണം, അങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറക്കാനുള്ള ബേസ് കൂടി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലാണ് ഇപ്പോൾ താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു സിനിമ ഇറക്കാൻ പറ്റുള്ളൂ. അതായത് ഓരോരോ കഥാപാത്രങ്ങൾ ഓരോരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ് ചെലവാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ സാധനം പുറത്തിറക്കുന്നത്. അപ്പോ അതിന് വെറുതെ ഒരു കഥയില്ലാണ്ട് നെഗറ്റീവ് റിവ്യൂസ് അടിച്ചുകൊണ്ട് ഒരു കഥയില്ല. സിനിമക്ക് ഇപ്പൊ പാട്രിയേറ്റ് എന്ന് പറഞ്ഞ സിനിമക്ക് നെഗറ്റീവ് റിവ്യൂ അടിച്ചു എങ്കിലും സിനിമ നല്ല അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം, അതിൽ യാതൊരുവിധ മാറ്റമില്ല. അപ്പൊ ഈ കോക്കണ്ണന്റെ റിവ്യൂ കണ്ടിട്ട് കുറെ ആൾക്കാർ വളരെ മോശമായ രീതിയിൽ, വളരെ തരം രീതിയിൽ നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ലാലേട്ടന്റെ റോളിനെ പറ്റിയിട്ടാണ് കൂടുതൽ ചർച്ച. ലാലേട്ടനക്ക് എന്ത് റോളാണ് കൊടുത്തിട്ടുണ്ട്, ലാലേട്ടന്റെ അഭിനയം വളരെ മോശമാണെന്ന് പറയുന്നത്. ലാലേട്ടന്റെ അഭിനയം ലാലേട്ടനൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലാത്ത പലരും, ലാലേട്ടന്റെ അഭിനയത്തിനെ പറ്റിയിട്ട് പറയാൻ പോലും യോഗ്യത ഇല്ലാത്ത പലരുമാണ് എന്ത് ചെയ്യണത്, ഈ കമന്റുകളും അതുപോലെ തന്നെ വീഡിയോസും റിവ്യൂസും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. കോക്കണ്ണൻക്ക് ലാലേട്ടനെ വെച്ചിട്ട് കോക്കണ്ണൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കായ് എന്ന് പറഞ്ഞാൽ കോടികളും കൂടിയാണ്ട് ഏതൊരു നല്ല ഡയറക്ടർമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോക്കണ്ണൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കോക്കണ്ണൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഡയലോഗ്സുകളും ഫൈറ്റുകളും സിനിമയുടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ ആ ചപ്പും ചോറൊക്കെ ഇട്ടിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കോക്കണ്ണൻ്റെ പാട്രിയേറ്റ് റിവ്യൂ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു പരിപാടി ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏറ്റവും വളരെ നല്ല ബെസ്റ്റായ ഒരു ഓപ്ഷനാണ്. പിന്നെ തറവാട് കുളം തോണ്ടി തറവാട് മറ്റേതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. പക്ഷെ എനിക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാൻ പോകില്ല. ഏതൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ആ സിനിമ കണ്ടുവെച്ചെങ്കിൽ വളരെ മോശം സിനിമ ആണെച്ചെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിൽ കൂടെ പോണ ആളാണ്. കാരണം കോടിക്കണക്കിന് ഉറുപ്പ് ചെലവിട്ടിട്ടാണ് അവർ ഈ സാധനം പുറത്തിറക്കുന്നത്. അത് നമ്മുടെ ഒറ്റ റിവ്യൂസ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വീഡിയോ കൊണ്ട് എന്താ വരുത്, അതിന് ഒരു മോശപ്പേര് വരുത്താൻ പാടില്ല. പക്ഷെ വളരെ തരം താന്ന രീതിയിൽ ചളിയായിട്ടൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് അത്രയും ബോറെന്ന് കണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും നല്ല അടിപൊളി സിനിമ ഇറങ്ങിയിട്ട് അതിനൊക്കെ നെഗറ്റീവ് റിവ്യൂസ് അടിക്കുമ്പോൾ കോക്കണ്ണൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഹലാക്കിലെ റേഞ്ച് ആയിപ്പോയി. അപ്പോൾ നമ്മളന്ന് പറഞ്ഞതാണ് പാട്രിയേറ്റ് വന്നു കഴിഞ്ഞാൽ കോക്കണ്ണൻ എന്തായാലും നെഗറ്റീവ് അടിക്കും. നെഗറ്റീവ് അടിച്ച് ഇപ്പം എന്തായി, സിനിമ കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ നേടി സൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.